ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് AI യൂസ് ചെയ്തിട്ട് ഓപ്ഷൻ ചെയിൻ അതും ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം, എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം ട്രേഡിങ്ങിൽ ഓപ്ഷൻ ചെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു വീഡിയോ കാണുന്ന പല ആൾക്കാരും മാനുവലി ഓപ്ഷൻ ചെയിൻ ഡാറ്റ നോക്കാറുണ്ട്, ഒരുപാട് പേര് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബട്ട് ചില ആൾക്കാർക്ക് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരുപാട് പരിചയമില്ലാത്ത വേർഡ്സ് ഉണ്ട്. ഓപ്ഷൻ ഗ്രീക്സ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ട്രേഡറിനെ സംബന്ധിച്ചിട്ട് കുറച്ച് കൺഫ്യൂഷൻ തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. AI യൂസ് ചെയ്തിട്ട്, AI എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ChatGPT ഉണ്ട്. റീസെൻ്റ്ലി ChatGPTനെക്കാട്ടിയും മുകളിൽ വന്നൊരു AI പ്ലാറ്റ്ഫോമാണ് ഡീപ് സീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡീപ് സീക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഓപ്ഷൻ ചെയിൻ റീഡ് ചെയ്യാം, അതും ലൈവ് മാർക്കറ്റിൽ, എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഡീപ് സീക്കിൻ്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഓപ്ഷൻ ചെയിൻ ആണ്. അപ്പോൾ NSEയുടെ വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ ഞാനിവിടെ ഓപ്ഷൻ ചെയിൻ നിഫ്റ്റി 50 ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഓപ്ഷൻ ചെയിനിൽ എല്ലാ ഡാറ്റകളും, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഡാറ്റകളും അപ് ടു ഒരു 10 സ്ട്രൈക്ക് വരെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ എടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീപ് സീക്കിൽ ആ ഒരു ഇത് അപ്ലോഡ് ചെയ്യുവാണ്. ഞാനിവിടെ ഡ്രാഗ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്, കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്, അനലൈസ് ദ ഓപ്ഷൻ ചെയിൻ ആൻഡ് ഹെൽപ്സ് മീ ടു ഐഡൻറ്റിഫൈ ദ ഡയറക്ഷൻ. ഈ ഒരു ഓപ്ഷൻ ചെയിൻ അനലൈസ് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യും എന്നുള്ളത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡീപ് സീക്കിനോട് ചോദിച്ചു. അപ്പോൾ ഈ ഒരു ഫയൽ ആ ഒരു സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ, കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു ആൻഡ് ഡീപ് സീക്ക് ആ ഒരു കൊടുത്ത ഇമേജ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുവാണ്. റൈറ്റ്. അപ്പോൾ നമ്മളിപ്പം തിരിച്ച് ആ ഒരു ഓപ്ഷൻ ചെയിനിലോട്ട് വരുവാണെങ്കിൽ, ഇപ്പം നമ്മൾ മാനുവലി ഇത് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ എന്താണ് കോൾ ഓപ്ഷൻ, ഈ ഒരു ടേബിൾ കോൾ ഓപ്ഷൻ ഉണ്ട്, പുട്ട് ഓപ്ഷൻ ഡാറ്റാസ് ഉണ്ട്, ചേഞ്ച് ഇൻ OI ഉണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റാസ് ഉണ്ട്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മാനുവലി നമുക്കിത് അനലൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. അത്യാവശ്യം നോളജ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. ഓരോ ടേം എന്താണ്, വോളിയം കുറയുന്ന സമയത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്ങോട്ട് പോകും, അതിനുള്ള എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാനുവലി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡയറക്റ്റ് AIക്ക് കൊടുക്കുകയാണ്, ഡീപ് സീക്കിന് കൊടുക്കുകയാണ്, ഇതൊന്ന് അനലൈസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ ഡാറ്റയും ആ ഒരു സ്ക്രീൻഷോട്ടിലുള്ള ഓരോ ഡാറ്റയും അനലൈസ് ചെയ്ത് ഇപ്പം നിങ്ങൾക്കിത് സ്റ്റഡി ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ബിഗിനിങ് ലെവലുള്ള ഒരാളാണെങ്കിൽ ഇപ്പം ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യാം. സ്റ്റഡി ചെയ്തിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണത് ഒരു ഡിസിഷൻ എടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഒരുപാട് ഡാറ്റാസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. ഓരോ ഡാറ്റാസും അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഒരു കൺക്ലൂഷൻ ഈ ഒരു ഡീപ് സീക്ക് നമുക്ക് തരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല ഞാനത് അപ്ലോഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കൺക്ലൂഷൻ ഇവിടെ തരുമെന്ന് വിചാരിക്കുന്നു. യെസ്, ഇവിടെ ഒരു കൺക്ലൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്, ഏകദേശം ഒരു 70 സെക്കൻഡ് ഓളം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം കൺക്ലൂഷനിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോർമലി ഈ ഒരു ചാർട്ട് നിഫ്റ്റിയുടെ നോക്കുവാണെങ്കിൽ തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് മാർക്കറ്റ് ബുള്ളിഷിലോട്ടാണ് പോകുന്നത് എന്നുള്ളത്, അല്ലേ, മാർക്കറ്റ് സ്ട്രക്ചർ പ്രകാരം ബുള്ളിഷിലോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഈ ഒരു ഡീപ് സീക്കിൻ്റെ കൺക്ലൂഷനും കൂടി നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഇതിന് താഴെയുള്ള ഒരു കൺക്ലൂഷൻ നോക്കാം. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ മുകളിൽ എല്ലാ കാര്യങ്ങളും നോക്കാം. സോ ബേസ്ഡ് ഓൺ ദ അനാലിസിസ് ഇറ്റ് അപ്പേഴ്സ് ബുള്ളിഷ്, റൈറ്റ്. ഇവിടെ മാർക്കറ്റ് പറയുന്നത് ഒരു ബുള്ളിഷ് മാർക്കറ്റുള്ള സാധ്യതയാണെന്നുള്ളത്. അതിൻ്റെ താഴെ കോൾ ഓപ്ഷൻ ആക്ടിവിറ്റി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോൾ ഓപ്ഷനിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുവാണ് ആൻഡ് കോൾ പ്രീമിയം ചെയ്യുവാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ആൻഡ് ഫൈനലി അവിടെ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു അപ്വാർഡ് മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ് കാണുന്നത്. ഓരോ ലൈനിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ബുള്ളിഷ് ആവാനുള്ള സാധ്യതയുണ്ടെന്ന്. ആസ് പെർ ഈ ഒരു ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ഇവിടെയും ബുള്ളിഷ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും അപ്വാർഡ് മൊമെൻറ്റം കാണണം, ഇവിടെയും ബുള്ളിഷ്നെസ്. ആൻഡ് പുട്ട് ഓപ്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ശരി, ഇവിടെ പ്രത്യേകിച്ചും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇൻക്രീസിങ് OI ഇൻപുട്ട് ആൻഡ് ഡിക്ലൈനിങ് പുട്ട് പ്രീമിയം, റൈറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ പോയിന്റ് വിച്ച് ഈസ് ബുള്ളിഷ്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട് ഇതൊരു മാർക്കറ്റ് ബുള്ളിഷ് ആണ്. ഓൾസോ റൈറ്റേഴ്സ് ആൻറ്റിസിപ്പേറ്റ് ദ മാർക്കറ്റ് വിൽ നോട്ട് ഫാൾ, അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, പുട്ട് റൈറ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് വലിയ രീതിയിലുള്ള ഫാളൊന്നും ഉണ്ടാകില്ല എന്നാണ്. സോ ദാറ്റ് മീൻസ് ഒരു ബുള്ളിഷ് മാർക്കറ്റ്, അല്ലേ.
ആൻഡ് ബാക്കി അതിൻ്റെ താഴെ കാണാം വോളിയം അനാലിസിസ്, ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും നമുക്കൊന്ന് റീഡ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ മാനുവലി റീഡ് ചെയ്യാനാണെങ്കിൽ എത്ര സമയം എടുക്കും നമ്മൾ ആലോചിച്ചാൽ മാത്രം മതി. ഇവിടെ ഓൾറെഡി ആ 2 സെൻറ്റൻസിൽ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് ഒരു 2 ലൈനിൽ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെയും ആ ഒരു വോളിയം IV അനാലിസിസിലും പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആണെന്നുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു പോയിന്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഈ ടേംസ് ആയ IV, OA ഡാറ്റ, കോൾ ഓപ്ഷൻ ഡാറ്റ, കോൾ OA, ഈ കാര്യങ്ങളൊക്കെ ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. ബേസിക് നോളജ് ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു 3 ലൈനിൽ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആണ്, സ്ട്രോങ് ബുള്ളിഷ് മാർക്കറ്റാണ്, മാർക്കറ്റ് സ്ട്രെങ്ത് ഉണ്ട്, മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് ഇവിടെ കൺക്ലൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്. ആൻഡ് അതിൻ്റെ ആ ഒരു താഴത്തെ ലൈനിലൊക്കെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ആസ് പെർ ഈ ഒരു OA ഡാറ്റ വെച്ചിട്ടുള്ളത്, ഇപ്പം നിലവിലുള്ള ആ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വെച്ചിട്ടുള്ളത്. നമുക്ക് ചാർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഒരിക്കലും ഈ ഒരു ഡാറ്റ വെച്ചിട്ട് ബ്ലൈൻഡ്ലി ട്രേഡ് എടുക്കാതിരിക്കാൻ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് സെറ്റപ്പ് വരുന്ന സമയത്ത് ഒരു എക്സ്ട്രാ കൺഫർമേഷൻ എന്ന രീതിയിൽ നമുക്ക് ഇത് എടുക്കാം. ഓക്കെ, മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകുന്നുള്ള സാധ്യത തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ആസ് പെർ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ പ്രകാരം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി ഈ ഒരു AI യൂസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ നമുക്ക് വലിയ നോളജ് ഇല്ലെങ്കിൽ പോലും ഓപ്ഷൻ ചെയ്യാനൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രൗഡ് സൈക്കോളജി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മാർക്കറ്റിൽ ഓവറോൾ എന്താണ് ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൽ നടക്കുന്നത്, ആരൊക്കെ ഇവിടെ പൊസിഷൻ എടുത്തിട്ടുണ്ട്, അവരുടെയൊക്കെ വ്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരു പരിധി വരെ. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡാറ്റ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്കങ്ങനെ ഒരു എന്താണ് സ്ട്രോങ് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കൊരു ഡിസിഷൻ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അതിനടുത്ത് മാർക്കറ്റ് താഴോട്ട് പോകില്ലെന്നല്ല, മാർക്കറ്റ് ഈ ലെവലിൽ മേ ബി താഴോട്ട് പോകാം. റൈറ്റ്, മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം എന്നുള്ള രീതിയിൽ മാത്രം നമ്മുടെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇൻഫർമേഷൻസും നമുക്ക് കിട്ടും. നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ്, അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതുകൂടാതെ പല രീതിയിൽ നമുക്ക് AI നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് അപ്പോൾ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം എങ്ങനെയാണ് കുറച്ചുകൂടി രീതിയിൽ ചാർട്ട് അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ കേസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ ബൈ.